ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അല്ലെങ്കിൽ സലഫിയാണ്, അല്ലെങ്കിൽ തീവ്രവാദിയാണ്, പാൻ ഇസ്ലാമിസത്തിൻ്റെ ആളാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, അതിന് തെളിവ് വേണം. നബിദിനം ഒരു പാഴ്ചെലവാണ് എന്ന് എനിക്ക് വാദമില്ല. നബിദിനം ഫർദ് പോലുള്ള സുന്നത്താണ്. കള്ളന്മാരെന്ന് വിളിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ? ശുദ്ധീകരണം ആവശ്യമാണ്. മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വാസ്തവത്തിൽ കീഴിലല്ല. സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലാക്കണം എന്ന് ചിലർ പറഞ്ഞു. ഈ സുന്നി ആശയപ്രകാരം സ്ത്രീകൾ ഒരു കൂടിയാലോചനയിൽ പങ്കെടുക്കരുതെന്ന് ഒരു കാഴ്ചപ്പാടില്ല. നമസ്കാരം. ഇസ്ലാമിക് കോളേജുകളുടെ കോർഡിനേഷൻ നിർവഹിക്കുന്ന CICയുടെ ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അദ്രിശ്ശേരിയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഈ കുറച്ചു കാലമായി സമസ്ത ലീഗ് തർക്കം എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായും കേൾക്കുന്നൊരു പേരാണ് ഹക്കീം ഫൈസി അദ്രിശ്ശേരി എന്നുള്ളത്. ഈ വഫിയ കോളേജുകളുടെ തുടക്കം എന്ന് പറയുന്നത് അദ്രിശ്ശേരി ഉസ്താദിലൂടെയാണ്. എങ്ങനെയായിരുന്നു ആ തുടക്കത്തെ ഓർത്തെടുക്കുന്നത് ശരിക്കും? ഇത് മതഭൗതിക വിദ്യകളുടെ സമന്വയം അനിവാര്യമാണ് എന്ന തിരിച്ചറിവിൽ തുടങ്ങിയിട്ടുള്ളതാണ്. വളാഞ്ചേരി മർക്കസിൽ നിന്നാണ് തുടക്കം. 1995 ഇങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ച് ആരംഭിച്ചിട്ടുള്ളതാണ് ആ സ്ഥാപനം. 2000 ശേഷമാണ് ഈ സമന്വയ കൂട്ടായ്മ രൂപപ്പെടുന്നത്. വളാഞ്ചേരി മർക്കസിൽ അതുവരെ സാധാരണ ഒരു ആർട്സ് കോളേജായി പ്രവർത്തിച്ചു വന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജുമായി അത് ഏകോപനമായി പ്രവർത്തിച്ചു വന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആ ഫൈസി ബിരുദത്തിന് ഒരു ബദലായിക്കൊണ്ടാണ് വഫിയ ബിരുദം വരുന്നത്. അങ്ങനെയല്ല, ആർട്സ് കോളേജല്ല, അന്ന് പറയപ്പെട്ടിരുന്ന അറബി കോളേജ്. അന്ന് ഇത് തുടങ്ങുന്ന സമയത്ത് ഫൈസി ബിരുദത്തിനാണ് വിദ്യാർത്ഥികൾ മർക്കസിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പിന്നീട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഫൈസി ബിരുദത്തിന് ബദലായിക്കൊണ്ടാണ് ഈ വഫിയ എന്ന് പറയുന്ന സ്വന്തമായൊരു ബിരുദ സർട്ടിഫിക്കറ്റ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. അതിനെ ബദലായി എന്ന് വിചാരിക്കേണ്ടതില്ല. പക്ഷേ പൂർത്തീകരണത്തിന് ജാമിയ നൂരിയയിലേക്ക്, പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് പോകുന്ന രീതി പിന്നീട് ഉപേക്ഷിക്കണം. പട്ടിക്കാട് ജാമിയ നൂരിയയിലേക്ക് പോകുമ്പോൾ അവർ 2 വർഷം അവിടെ പഠിക്കണമായിരുന്നു. അങ്ങനെ ആ പഠനം 1 വർഷമാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അതെ, അതവർ അംഗീകരിച്ചില്ല. അവർ അംഗീകരിച്ചു എന്ന് പറയാം. കാരണം മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് ജാമിയ നൂരിയയുടെ പ്രസിഡൻറ്റ്. അദ്ദേഹം അംഗീകരിച്ചു. ജനറൽ സെക്രട്ടറി മുസ്തഫ പൂക്കോയ തങ്ങളാണ്, അദ്ദേഹവും അംഗീകരിച്ചു. പ്രിൻസിപ്പൽ ആലിക്കുട്ടി ഉസ്താദാണ്, ഇപ്പോൾ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹവും അംഗീകരിച്ചു. അപ്പോൾ അംഗീകാരം പൂർത്തിയായി എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാൾ ഫോർ ഒക്കെ ചെയ്ത് ആ രീതിയിലാക്കി. പക്ഷേ പിന്നീട് ജാമിയയുടെ ഗവേണിംഗ് ബോഡി ചേർന്നപ്പോൾ അവരത് സമസ്ത മുഷാവറക്ക് വിടാൻ തീരുമാനിച്ചു. മുഷാവറ അംഗീകരിച്ചില്ല. സമസ്ത മുഷാവറ അംഗീകരിച്ചില്ല. അപ്പോൾ ഈ വഫിയ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലെത്തുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ? പിന്നീട് സമസ്ത മുഷാവറ അംഗമായി തീർന്ന PP മുഹമ്മദ് ഫൈസി, പിന്നെ വലിയ ഗ്രന്ഥകാരനും പണ്ഡിതനുമായിരുന്ന ഇബ്രാഹിം പുത്തൂർ ഫൈസി തുടങ്ങിയിട്ടുള്ള പല. അന്ന് മർക്കസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അധ്യക്ഷത? അല്ല, അതെ, പ്രിൻസിപ്പളായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഈ CIC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അത് തുടക്കം കുറിക്കുന്ന അദൃശ്ശേരി തന്നെയാണ്? എങ്ങനെയാണ് അത് CICയിലേക്ക്? CIC 2000 തൊട്ട് തത്വത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2004 ഭരണഘടന ക്രോഡീകരിച്ച് സൊസൈറ്റീസ് ആക്ട് പ്രകാരം മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്തത്. ഈ വഫിയ തുടങ്ങുമ്പം തന്നെ സമസ്തയിൽ നിന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിലെ ബിരുദത്തിന് 2 വർഷം എന്ന് പറയുന്ന ആ കാലാവധി അത് അംഗീകരിക്കപ്പെടാത്തത് സമസ്തയുടെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ആ തീരുമാനത്തിന് ബദലായിട്ട് രൂപീകരിക്കപ്പെടുന്ന ഒരു ബിരുദദാനം അല്ലെങ്കിൽ ഒരു സംഘടനയായിട്ട് ആണ് ഇതിനെ ഇപ്പോൾ വിവക്ഷിക്കുന്നത്. അങ്ങനെയല്ല, 2 വർഷ PG പഠനം 1 വർഷമാക്കി ചുരുക്കി തരണമെന്നായിരുന്നു അപേക്ഷ. അല്ല, അതിന് എതിർപ്പുണ്ടായിരുന്നത് സമസ്തയുടെ മുഷാവറയ്ക്കാണ്. സമസ്തയുടെ മുഷാവറയുടെ ഒരു തീരുമാനത്തെ ബദലായിക്കൊണ്ട് മറ്റൊരു
വാഫി വഫിയ പോലെ ഫൈസിക്ക് ബദലായൊരു സംവിധാനം ഉണ്ടാവുന്നു എന്നുള്ളതല്ലേ? അങ്ങനെയല്ല, അതൊരു ടെക്നിക്കൽ കാര്യമാണ്. പൊട്ടച്ചിറ അൻവരിയ കോളേജിന് PG 1 വർഷമാക്കി ചുരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സംവിധാനത്തിന് കിട്ടുമെന്ന് വിചാരിച്ച് അപേക്ഷിച്ചു. പക്ഷെ അതൊരു സാങ്കേതിക കാര്യം എന്ന നിലക്ക് മുഷാവറ അംഗീകരിച്ചില്ല. അത് ഈ സംവിധാനവുമായി എന്തെങ്കിലും ഒരു പൊരുത്തക്കേട് അന്ന് ഉത്ഭവിച്ചത് കൊണ്ടല്ല, അതൊരു സാങ്കേതിക കാര്യം മാത്രമാണ്. ആ കോളേജ് അപ്പോഴും വളാഞ്ചേരി മർക്കസ് എന്ന് പറയുന്ന അപ്പോഴും സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു കോളേജാണ്. മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. വാസ്തവത്തിൽ കീഴിലായിരുന്നില്ല. അത് സ്ഥാപനം തുടങ്ങുമ്പോൾ തന്നെ മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലാക്കണം എന്ന് ചിലർ പറഞ്ഞു. കീഴിലാക്കേണ്ടതില്ല, ആഭിമുഖ്യത്തിൽ മതി എന്ന് മറ്റു ചിലർ പറഞ്ഞു. ഇപ്പോഴും ഈ തർക്കമാണ് നിലനിൽക്കുന്നത്. ഈ തർക്കം മറ്റൊരു തർക്കമാണ്. അതിപ്പോൾ ലൈവായിട്ട് നിൽക്കുന്നില്ല എന്ന് മാത്രം. അന്ന് തർക്കമുണ്ടായ ഒരു കാര്യമാണത്. ആഭിമുഖ്യത്തിൽ എന്നാണ് ഫൈനലാക്കിയത്. അങ്ങനെ ആഭിമുഖ്യത്തിലാക്കുമ്പോൾ ഭരണഘടന രൂപപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. വളാഞ്ചേരി മർക്കസിൻ്റെ നടത്തിപ്പ് സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കായിരുന്നില്ല. അല്ല, അതിന് സെപ്പറേറ്റ് ഗവേണിംഗ് ബോഡി ഉണ്ടായിരുന്നു. ആ ബോഡിയിൽ 33% മെമ്പർമാർ മലപ്പുറം ജില്ലാ ജംഇയ്യത്തുൽ ഉലമയിൽ നിന്ന് ഉണ്ടാകും. 66% സ്വതന്ത്ര ബോഡിയാണ്. സ്വാഭാവികമായിട്ട് ഭരണഘടന ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സ്വതന്ത്ര ബോഡിക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. സമസ്തയുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി ഈ മർക്കസ് കോളേജിന് കാത്തിരിക്കേണ്ടി വന്നിരുന്നില്ല. ഒരിക്കലുമില്ല. 33% മെമ്പർമാർ സമസ്തയുടെ അംഗങ്ങളായിട്ട് ഇതിൻ്റെ ജനറൽ ബോഡിയിലും വർക്കിംഗ് കമ്മിറ്റിയിലും ഉണ്ടാകും. അവർക്ക് ചർച്ചകളിൽ പങ്കെടുക്കാം. പൂർണ്ണമായി സമസ്തയുടെ ഒരു നിയന്ത്രണത്തിലായ ഉള്ളൊരു പ്രസ്ഥാനമേ ആയിരുന്നില്ല. പിന്നീട് ഈ CIC രൂപീകരിക്കപ്പെട്ടപ്പോൾ CICയുടെയും ഈ ഒരു ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് സമസ്തയിൽ നിന്ന് വ്യത്യസ്തമായൊരു ബോഡിയായിരുന്നു. സമസ്തയിൽ നിന്ന് വ്യത്യസ്തം എന്ന് പറയാൻ വയ്യല്ലോ. കാരണം ഞാനുൾപ്പെടെ PP മുഹമ്മദ് ഫൈസി ഉൾപ്പെടെ ഉള്ള ആളുകളൊക്കെ 100% സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണ്. ഇന്നും അങ്ങനെയാണ്. ആശയപരമായിട്ടല്ല ചോദിക്കുന്നത്, ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ. ഇപ്പോൾ സമസ്ത എന്ന് പറയുന്നൊരു പ്രസ്ഥാനവും CIC എന്ന് പറയുന്നൊരു പ്രസ്ഥാനവുമാണ്. ഈ പ്രസ്ഥാനത്തിനും എന്തെങ്കിലും ആധികാരികമായ ബന്ധം, അതായത് ഒരു സംഘടനയുടെ തീരുമാനത്തിന് മറ്റൊരു സംഘടനയ്ക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് പറ്റൂലല്ലോ. കാരണം CIC സംവിധാനം സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റേർഡാണ്. അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സമസ്തയുടെ നേരിട്ടുള്ള കീഴ്ഘടകമോ അല്ലെങ്കിൽ സാങ്കേതികമായി അതിൻ്റെ ഗവേണിംഗ് ബോഡിക്ക് നേരെ താഴെ വരുന്ന ഒരു സംവിധാനമല്ല. സ്വതന്ത്ര സംവിധാനം. അതെ, അത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, രജിസ്റ്റേർഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ അതാണ്. പക്ഷേ CICയുടെ നേരത്തെയുള്ള ഭരണഘടനയിൽ സമസ്തയുടെ അധ്യക്ഷനായിരുന്നു ഇതിൻ്റെ നിയന്ത്രണം ഉണ്ടായിരുന്നത്. പിന്നീട് ഭരണഘടന ഭേദഗതി ചെയ്ത് ഏതെങ്കിലും ഒരു മുഷാവറ അംഗമെന്നാക്കിയതാണ് സമസ്തയും CICയും തമ്മിൽ തെറ്റിപ്പിരിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയും. അത് വളരെ വലിയ തെറ്റിദ്ധാരണയാണ്, കുപ്രചരണമാണ്. ഒന്നാമത് ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ, സമസ്തയുടെ പ്രസിഡൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നിന്നാണല്ലോ പറയുന്നത്. സമസ്തയുടെ പ്രസിഡൻറ്റ് അത് വ്യക്തിയല്ല, ആ പൊസിഷനിലിരിക്കുന്നയാൾ അഡ്വൈസറി ബോർഡ് മെമ്പറാണ്. അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ട് സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ അഥവാ CIC സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് പ്രസിഡൻറ്റിനെ ആയിരിക്കണം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പലപ്പോഴും നിലവിലുള്ള പ്രസിഡൻറ്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യോഗത്തിന് വരാനും കാര്യങ്ങളിൽ പങ്കുകൊള്ളാനും പലപ്പോഴും തിരക്കായതുകൊണ്ട് അസൗകര്യമുണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി നടന്ന ഭരണഘടനാ ഭേദഗതി സമയത്ത് പ്രസിഡൻറ്റ് എന്നത് മെമ്പർ എന്നാക്കി. അപ്പോൾ പ്രസിഡൻറ്റിന് ഒന്നാമതായിട്ട് അഡ്വൈസറി ബോർഡിൽ വരാം. ജിഫ്രി മുത്തുക്കോയ സെക്രട്ടറിക്ക് വരാം, ജോയിന്റ് സെക്രട്ടറിക്ക് വരാം, ആർക്കും വരാം. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പൂർണ്ണ അനുമതിയോടുകൂടിയും പൂർണ്ണ അനുവാദത്തോടും കൂടിയാണോ CICയുടെ ഭരണഘടന തിരുത്തിയത്? അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ, സ്വാഭാവികമല്ല. അദ്ദേഹം ആ ജനറൽ ബോഡിക്ക് അറിയിപ്പ് കിട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പൊതുവെ വരാൻ പറ്റാറുണ്ടായിരുന്നില്ല. ജനറൽ ബോഡി ആണല്ലോ തീരുമാനിക്കുന്നത്. അദ്ദേഹം വരാതിരുന്നതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു, അദ്ദേഹത്തിന് അസൗകര്യമുണ്ട്, അതുകൊണ്ട് മറ്റൊരാൾ വരട്ടെ എന്ന രീതിയിൽ നമ്മൾ ഭേദഗതി ചെയ്തു എന്നുള്ളതാണോ? അല്ല, അദ്ദേഹം നിർദ്ദേശിച്ചതാണ്. എപ്പോഴും എനിക്ക് വരാൻ പറ്റില്ല.
അത് അദ്ദേഹത്തിൻ്റെ അപ്പോൾ പിന്നെ ജോലി തിരക്ക് അസൗകര്യമാണ്. അപ്പോൾ അദ്ദേഹം ഈ അദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, കാരണം മെമ്പറാവണപ്പോൾ മന്ത്രി ആവണമെങ്കിൽ MLA ആവണ്ടേ, മുഖ്യമന്ത്രി ആവണമെങ്കിൽ MLA ആവണമല്ലോ. MLA ആയാൽ മതിയെന്ന് വെച്ചാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അഡ്വൈസറി ബോർഡ് മെമ്പറാകാം. സെക്രട്ടറിയാണ് ആലിക്കുട്ടി ഉസ്താദ്, അദ്ദേഹത്തിന് ആവാം. ജോയിൻറ്റ് സെക്രട്ടറിയാണ് MT അബ്ദുള്ള മുസ്ലിം, അദ്ദേഹത്തിനാകാം. 40 മെമ്പർമാരിൽ ആർക്കും ആകാം, അവരെല്ലാവരും യോഗ്യരാണ്. അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അങ്ങോട്ട് നിർദ്ദേശിക്കുകയായിരുന്നു, ഇങ്ങനെ അധ്യക്ഷൻ തന്നെ വേണം ഗവേണിംഗ് ബോർഡ് അഡ്വൈസറി ബോർഡിൽ, ആ ഒരു രീതി മാറ്റണം, അത് തിരുത്തണം മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതിലൊന്നും കൺസേൺ ഇല്ലല്ലോ, സ്വാഭാവികമായിട്ട് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളല്ലേ. അങ്ങനെ തിരുത്താനുണ്ടായിരുന്നൊരു കാരണം ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പലപ്പോഴായി വരാതിരുന്നത് മാത്രമാണോ? അല്ല, അത് മാത്രമല്ലല്ലോ, അല്ല, ഒരുപാട് സൗകര്യം അതിൽ ഉണ്ടല്ലോ. പിന്നെ അത് അങ്ങനെ ചെയ്തത് നന്നായി എന്ന് സംസ്ഥയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായ MT അബ്ദുള്ള മുസ്ലിയാർ ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആരാണ് വരാറുണ്ടായിരുന്നത് ഈ അഡ്വൈസറി ബോർഡിലേക്ക്? അല്ല, താങ്കൾ സൂചിപ്പിച്ച തരത്തിലുള്ള അസ്വസ്ഥതയും അനാവശ്യ ചർച്ചകളും തുടങ്ങിയതിന് ശേഷം പിന്നെ അവരൊക്കെ രാജ്യമൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അവർ വരുന്ന പ്രശ്നമില്ലല്ലോ. ഇല്ല. പ്രധാനമായിട്ടും മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് താങ്കൾക്ക് ഒരു സലഫി ആശയങ്ങളോട്, പ്രത്യേകിച്ച് ഈ മുഹമ്മദ് ബിൻ വഹാബിൻ്റെ ആശയങ്ങളോടും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളോടും ആഭിമുഖ്യമുള്ള ഒരാളാണ് അദ്രിശ്ശേരി എന്നുള്ളതാണ് ആരോപണം. താങ്കളൊരു സുന്നി വിശ്വാസിയാണ് പൂർണ്ണമായും? തീർച്ചയായിട്ടും. ആരോപണം ആർക്കും നടത്താവുന്നതേ ഉള്ളൂ, തെളിവ് വേണം. മീറ്റ് ദി പ്രസ് പരിപാടിയിൽ മീറ്റ് ദി റിപ്പോർട്ടർ, മീറ്റ് ദി എഡിറ്റേഴ്സ്, നിങ്ങളുടെ റിപ്പോർട്ടർ, അവർ പറയുന്നു ഞാൻ സലഫി ആശയക്കാരനാണ് എന്ന്, അല്ലെങ്കിൽ ജമാഅത്ത് ആശയക്കാരനാണ്. അതെന്നെ ഒരു തമാശയാണ്. കാരണം ജമാഅത്തും മുജാഹിദും കൂടി ഒരാൾക്ക് ഒരു സമയത്താകാൻ പറ്റില്ല, കാരണം അവർ തമ്മിൽ ബദ്ധവൈരികളാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ആരോപിക്കുന്നത് ജമാഅത്തും മുജാഹിദും തമ്മിലുള്ള സംഘടനാപരമായ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ബാക്കി ശുദ്ധീകരണവാദം രണ്ടുപേർക്കും ഉണ്ടെന്നുള്ളതാണ്. എങ്ങനെ മനസ്സിലായില്ല? ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും തമ്മിൽ സംഘടനാപരമായിട്ടുള്ള ചില അവരുടെ കാര്യമായിക്കട്ടെ. ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒന്നുകിൽ ജമാഅത്ത് അല്ലെങ്കിൽ മുജാഹിദ്, അങ്ങനെ ഏതെങ്കിലും ഒന്നാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് അതിന് തെളിവ് ഉദ്ധരിക്കുകയാണ്. എന്തെങ്കിലും ഒരു തെളിവ്. ഇപ്പോൾ താങ്കൾ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധിയാണ്, താങ്കൾക്ക് പറയാം. അല്ലെങ്കിൽ എനിക്ക് അവസരം തരികയാണെങ്കിൽ ഞാൻ വരാം, ആർക്കും പറയാം. ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, അല്ലെങ്കിൽ സലഫിയാണ്, അല്ലെങ്കിൽ തീവ്രവാദിയാണ്, പാൻ ഇസ്ലാമിസത്തിൻ്റെ ആളാണ്, എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോളൂ, അതിന് തെളിവ് വേണം. സുന്നി ആശയധാരയിൽ നിന്ന് ഒരിക്കലും വ്യതിരിക്തമായി വ്യത്യസ്തമായി പോയിട്ടില്ലാത്ത ഒരാളാണ്. തീർച്ചയായിട്ടും 100%. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ സൈദ്ധാന്തികമായിട്ട് അശ്അരി തരീഖത്ത് അല്ലെങ്കിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്, നമ്മളിവിടെ ഒറ്റവാക്കിൽ സുന്നിയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എൻ്റെ പാരമ്പര്യം അതാണ്. ഞാൻ സുന്നിയാണ്, എൻ്റെ പിതാവ് സുന്നിയാണ്, അദ്ദേഹത്തിൻ്റെ കേരളത്തിൽ ഇന്ത്യയിലെല്ലാവരും സുന്നികളാണ്. ആ സുന്നികളിൽ തന്നെ പുരോഗമനത്തിൻ്റെ വാദം ഉന്നയിക്കുന്നവരെയാണല്ലോ മുജാഹിദ് എന്നും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു പുരോഗമനവാദം താങ്കളിൽ ഉണ്ട് എന്നുള്ളത്. അത് തന്നെ ഈ ഇസ്ലാമിൻ്റെ അകത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ചിലർ പറയുന്നതാണ്. അവർ പുരോഗമനവാദികളല്ല, അവരൊന്നുകൂടി ഇടുങ്ങിയ റിജിഡ് സങ്കുചിത മനോഭാവക്കാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുന്നികൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം പുരോഗമനവാദം എന്ന് പറയുന്നത് മുസ്ലിം ലോകത്ത് ഇന്ന് മുന്നോട്ട് നയിക്കുന്നത് അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റി പോലുള്ള അശ്അരി സരണിയുടെ വക്താക്കളാണ്. കേരളത്തിൽ KM മൗലവി പോലെ മുഹമ്മദ് അബ്ദുറഹ്മാനെ പോലുള്ള ആളുകളൊക്കെയാണ് ഈ മുജാഹിദ് ആശയങ്ങളുടെ, സീതി സാഹിബിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് മുജാഹിദ് ആശയങ്ങളുടെ വക്താക്കൾ. അവർ ഇസ്ലാമിനകത്ത് പുരോഗമനം വേണം, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉൾപ്പെടെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നവരാണ്. ആ അർത്ഥത്തിലാണ് മുജാഹിദികളെ പുരോഗമനവാദികളെന്ന് വിളിക്കുന്നത്. അത് പുരോഗമനവാദമാണെങ്കിൽ ആ കാര്യത്തിൽ ഞങ്ങൾ ഇന്ന് അവരെക്കാളൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മീഡിയക്ക് അറിയുന്ന കാര്യമാണല്ലോ. നബിദിനം ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സാധാരണ ഈ ഒരു പുരോഗമനവാദത്തിൻ്റെ മുജാഹിദ് സുന്നി ആശയധാരയുടെ ഭിന്നിപ്പ് പ്രകടമാവാറുള്ളത്. അതിൽ നബിദിനം ആഘോഷിക്കേണ്ടതില്ല, നബിദിനം വലിയൊരു പണച്ചെലവാണ് എന്ന രീതിയിലുള്ള അഭിപ്രായം ഈ താങ്കളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതിന് മറുപടി പറഞ്ഞതിന് മുമ്പ് റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധി, താങ്കൾ വ്യക്തിപരമായിട്ട് ഉത്തരവാദിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ മുജാഹിദാണ്, പിന്നെ അല്ലെങ്കിൽ ജമാഅത്താണ്, അല്ലെങ്കിൽ പ്യൂരിറ്റൻ വാദിയാണ് എന്നൊക്കെ പറയുന്നതിന് ഒരു തെളിവ് വേണം. കാരണം ഞാൻ വളരെ പ്രാഥമികമായിട്ട് നിങ്ങളോട് പറയുന്നത്, ഇത് ഇന്ത്യ
ഒരു ഭദ്രമായ ലോക രാജ്യങ്ങൾക്കിടയിൽ തലയെടുപ്പോടെ നിൽക്കുന്നൊരു രാജ്യമാണ്. ഇത്ര വൈവിധ്യമുള്ള ഈ നാട്ടിൽ സമൂഹങ്ങൾ കൂടിച്ചേർന്ന് ഇഴുകിച്ചേർന്ന് പരസ്പരം കൊടുത്തും വാങ്ങിയും ജീവിക്കണം. അതിന് ഭംഗം വരുത്തുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ മീഡിയകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ വ്യക്തിപരമായിട്ടല്ല, കണ്ടെത്തിയ ആളുകൾ തീർച്ചയായിട്ടും അതിന് തെളിവ് നിരത്തണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരാം. ഇതിൽ സമസ്തയുടെ ഭാഗത്തു നിന്നുള്ള ചിലർ ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിച്ചത്. നബിദിനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമുണ്ട്. നബിദിനം ഒരു പാഴ്ചിലവാണ്. നബിദിനം ഒരു പാഴ്ചെലവാണ് എന്ന് എനിക്ക് വാദമില്ല. നബിദിനം ഫർള് പോലുള്ള സുന്നത്താണ്. ഫർള് എന്ന് പറഞ്ഞാൽ നിർബന്ധം, സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഐച്ഛികം. അപ്പം നിർബന്ധം പോലെ പരിഗണിക്കേണ്ട, എന്തായാലും ആഘോഷിക്കേണ്ട, കൊണ്ടാടേണ്ട ഐച്ഛികമായ സുന്നത്തായ ഒരു കാര്യമാണ് നബിദിന ആഘോഷം. അതേ സമയത്ത് ഇന്ന് ഞാൻ പറയുന്നത് മലബാറിൻ്റെ പശ്ചാത്തലത്തിലാണ്. മലബാറിൽ ദാരിദ്ര്യമില്ല. അപ്പോൾ ഭക്ഷണം പാഴാക്കുന്നത്, ദുർവ്യയം ചെയ്യുന്നത് ശരിയല്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ നബിദിനത്തിന് പള്ളികളിലൂടെയൊക്കെ വിതരണം ചെയ്യുന്ന ബിരിയാണി ആ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഏത് ഭക്ഷണമായാലും ഭക്ഷണം മനുഷ്യൻ തിന്നണം, കഴിക്കണം. അനാവശ്യമായി ഭക്ഷണം പാചകം ചെയ്യരുത്. അനാവശ്യമായിട്ട് ഭക്ഷണം വിതരണം നടത്താതെ നശിപ്പിക്കരുത്. നബിദിനം ഒരു ആഘോഷമാണല്ലോ, എല്ലാ ദുർവ്യയം. അത് മാത്രമല്ല, നബിദിനത്തിന്റെ പേരിൽ ധാരാളം ദുർവ്യയം നടക്കുന്നുണ്ട്. ഇത് തന്നെയാണ് മുജാഹിദുകളും പറയുന്നത്, നബിദിനം എന്ന് പറയുന്നത്. അല്ല, മുജാഹിദീങ്ങൾ ദുർവ്യയത്തെ എതിർക്കുന്നത് കൊണ്ട് നമുക്ക് ദുർവ്യയത്തെ എതിർക്കാതെ പറ്റുമോ? ദുർവ്യയം പാടില്ലല്ലോ. നിങ്ങളൊരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റുമോ ദുർവ്യയത്തോട്? ഇപ്പോൾ നമ്മൾ ഒരു തെരുവിലൂടെ പോവുകയാണെങ്കിൽ, റോഡിലൂടെ പോവുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ 5 കിലോമീറ്റർ പിന്നെ പ്രകാശത്തിൻ്റെ ഗുഹ സൃഷ്ടിക്കുക. എന്തിന്? ദുർവ്യയമല്ലേ? ഈ ദുർവ്യയത്തെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനാവശ്യമായിട്ട് വെളിച്ചം ജ്വലിപ്പിച്ച് നിർത്തുക തുടങ്ങിയിട്ടുള്ള സംഗതികളെ പരമസാത്വികനായ അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള ആളുകൾ എതിർത്തിട്ടുണ്ട്. ഈ ആരോപണം ഉയർന്നു വന്ന സമയത്ത് സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള മഹാന്മാരുടെ വിയോജിപ്പുകൾ പുറത്തു കൊണ്ടുവന്നിരുന്നല്ലോ. ദുർവ്യയത്തെയാണ് എതിർക്കുന്നത്. ഒരു പ്രദേശത്ത് നബിദിനത്തോടനുബന്ധിച്ച് ഭക്ഷണത്തിന് പ്രയാസമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പുണ്യകർമ്മമാണ്. സമസ്തക്കകത്തൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്നുള്ള താങ്കളുടെ ഇന്നലത്തെ പ്രയോഗമാണ് പ്യൂരിറ്റനിസത്തിലേക്കൊക്കെ പോകുന്നത്. ഈ ശുദ്ധീകരണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് ചെയ്തത്? ശൈലി മാറ്റം. ഈ ശൈലി മാറ്റം രണ്ട് സംഗതികൾ ഇപ്പം ഉണ്ടായി. സമസ്തയുടെ മുഷാവറ യോഗത്തിൽ, സമസ്തയുടെ മുഷാവറ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്കിടയിലെ പരമ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയാണ്. അവർ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തുന്ന കള്ളന്മാരെന്ന് വിളിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ? ശുദ്ധീകരണം ആവശ്യമാണ്. അവർ പരസ്പരം വഴക്കടിച്ചിട്ട് തലയിൽ കെട്ട് തല്ലി തെറിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായില്ലേ? ശുദ്ധീകരണം ആവശ്യമാണ്. ആ ശുദ്ധീകരണമാണ്, അല്ലാതെ പ്യൂരിറ്റൻ ഇസ്ലാം അല്ലത്. അതൊരു പുനഃസംഘടന എന്നോ ശൈലി മാറ്റമോ എന്നോ പറയുന്നതിന് പകരം ശുദ്ധീകരണം എന്ന വാക്ക് ഉപയോഗിക്കും. ഈ തലക്കെട്ട് തല്ലി തെറിപ്പിക്കലും കള്ളൻ വിളിയൊന്നും ശൈലിയല്ല. ശൈലിക്ക് ഞാൻ വേറെ ഉദാഹരണം പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഭരണഘടനയുടെ കാര്യം താങ്കൾ എടുത്തിട്ടല്ലോ. ഞങ്ങളുടെ ഭരണഘടന അനുസരിച്ച്, അഥവാ CIC-യുടെ ഭരണഘടന അനുസരിച്ച് പെൺകുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾ ഇതിൻ്റെ സെനറ്റ്, സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കും. അത് പങ്കെടുക്കരുതെന്ന് പറഞ്ഞു. അതിൻ്റെ സിൻഡിക്കേറ്റിൽ പങ്കെടുക്കരുത്, സെനറ്റിൽ പങ്കെടുക്കരുത്. അത് ഞങ്ങളെ കൊണ്ട് ഭേദഗതി ചെയ്യിക്കുകയാണ്, അതിന് ഞങ്ങളെ നിർബന്ധിക്കുകയാണ്. ഇത് ശൈലി മാറ്റം ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ആ ശൈലി മാറ്റം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ ഭരണപരമായ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് സുന്നി വിഭാഗത്തിൻ്റെ, പരമ്പരാഗത സുന്നികൾ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇതൊരു ജമാഅത്തെ ഭരണപരമായ കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കലല്ലോ ഇത്. ചർച്ചാ വേദികളിൽ ഇപ്പോൾ MLA-മാർ, MP-മാർ പെണ്ണുങ്ങൾ പാടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? രാഷ്ട്രീയമല്ലേ ഭരണം?
ആ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നില്ലേ? പക്ഷെ അത് സാമുദായികമായ കാര്യങ്ങളാവുമ്പോൾ ഭരണപരമായ കാര്യത്തെക്കാൾ കൂടുതൽ സാമുദായിക കാര്യങ്ങൾ, പ്രത്യേകിച്ച് സാമുദായികമായ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ, സുന്നി ആശയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കോളേജിൽ, സുന്നി ആശയങ്ങൾക്ക് വിഭിന്നമായി സ്ത്രീകളെ സെനറ്റ് പോലെ, സിൻഡിക്കേറ്റ് പോലെ ഭരണപരമായ ചുമതലയുള്ള ബോഡികളിലേക്ക് കൊണ്ടുവരുന്നത് സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധല്ലേന്ന്. സമസ്തയുടെ പ്രസിഡന്റ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയെ അഡ്വക്കേറ്റ് നുർബിന റഷീദ് അവരനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. അതുപോലെയാണ് സ്ത്രീകൾ രാഷ്ട്രീയ സംഘടനയാണ്. സ്ത്രീകൾക്ക് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടനയും സമസ്ത ഒരു സാമുദായിക സംഘടനയുമാണ്. സമസ്ത സാമുദായിക സംഘടന എന്നല്ല, അതൊരു പണ്ഡിത സംഘടനയാണ്. സാമുദായിക കാര്യങ്ങൾ മൊത്തം സമസ്തയെ ആരാണ് ഏൽപ്പിച്ചത്? അവർ ഏറ്റിട്ടുമില്ല, ആരും ഏൽപ്പിച്ചിട്ടുമില്ല. അതൊരു പണ്ഡിത സംഘടനയാണ്. പണ്ഡിതോചിതമായിട്ടാണ് സ്വാഭാവികമായിട്ട് അവർ സംസാരിക്കുക. ഈ സുന്നി ആശയപ്രകാരം സ്ത്രീകൾ ഒരു കൂടിയാലോചനയിലും പങ്കെടുക്കരുതെന്ന് ഒരു കാഴ്ചപ്പാടില്ല. അത് സമസ്തയുടെ, അതുകൊണ്ടാണ് ഞങ്ങൾ സെനറ്റിലും സിൻഡിക്കേറ്റിലും അവർ പങ്കെടുക്കാമെന്ന് പറയുന്നത്. സ്ത്രീകൾ ഇത്തരം ഭരണപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാമെന്നുള്ളത് CIC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഹക്കീം ഫൈസി ആദിർശേരിയുടെ അഭിപ്രായമാണ്. ഈ അഭിപ്രായത്തോട് അല്ല, എൻ്റെ അഭിപ്രായമല്ല. എനിക്ക് സ്വന്തമായിട്ട് ഇസ്ലാമിൻ്റെ അകത്ത് അഭിപ്രായം പറയാൻ പറ്റുമോ? ഞാൻ പറയട്ടെ, ഇപ്പോൾ 62 കോളേജുകളുണ്ട്. ഇതിൽ പകുതിയോളം കോളേജ് പെൺകുട്ടികളുടെ കോളേജാണ്. ഈ പെൺകുട്ടികളുടെ കോളേജിൻ്റെ അക്കാദമിക് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ബോഡികളിൽ, അതിൻ്റെ സിൻഡിക്കേറ്റിൽ, സെനറ്റിൽ പെൺകുട്ടികളുടെ കോളേജുകളുടെ പ്രിൻസിപ്പൽമാർ പങ്കെടുക്കാൻ പാടില്ല, വിദ്യാർത്ഥിനി പ്രതിനിധികൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ പുതിയ കാലത്ത് പഴയ കാലത്തും പ്രമാണങ്ങളനുസരിച്ചും സ്വീകാര്യമല്ല. എന്തുകൊണ്ടാണ് സമസ്തയ്ക്ക് അത് ബോധ്യപ്പെടാത്തത്? സമസ്തക്ക് ബോധ്യപ്പെടാത്തത്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ മഹാന്മാരായ ഞങ്ങളെ ഗുരുജനങ്ങൾ നിങ്ങൾക്ക് എന്താ അതൊന്ന് ബോധ്യപ്പെടാത്തെന്ന് അവരോടൊന്ന് ചോദിക്കും. അല്ല, നേരിട്ട് ചോദിക്കാനുള്ള ആൾക്കാരാണ്. സമസ്തക്ക് ബോധ്യപ്പെടാത്തത് എന്താന്നുള്ള ചോദ്യമാണ് ഞാൻ എൻ്റെ മനസ്സാക്ഷിയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനെന്ത് പറയും? അല്ല, അതിനൊരു ഉത്തരം താങ്കൾ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ട് സമസ്ത ഇത്തരം കാര്യങ്ങളിൽ ഒരു ഞാൻ അതിന് കണ്ടെത്തിയ ഉത്തരങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന പത്രസമ്മേളനത്തിൽ ഞാനത് പറഞ്ഞു. പക്ഷെ നിങ്ങൾ അതിൻ്റെ പോസിറ്റീവ് വശം പരിഗണിക്കാതെ അത് പ്യൂരിറ്റൻ ഇസ്ലാമാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഈ സമസ്ത മുഷാവറയിലേക്ക് അത്തരത്തിൽ പ്രോഗ്രസീവായ ഐഡിയോളജി ഉള്ള ആളുകൾ കൂടി അക്കോമഡേറ്റ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ മുഷാവറയ്ക്ക് പുറത്ത് നിൽക്കണം. അത് മറ്റൊരു കാര്യമാണ്. അതൊക്കെ ഒരു ആഭ്യന്തര കാര്യമാണ്. സമസ്ത മുഷാവറയിൽ ആരെയൊക്കെ ചേർക്കണ്ട എന്നത് തീരുമാനിക്കാൻ പുറത്തിരിക്കണ ഞാനും താങ്കളും അല്ലല്ലോ. അതിൻ്റെതായ ക്രൈറ്റീരിയ, കുറച്ചുകൂടി പ്രോഗ്രസീവായ ആളുകൾ ഇതിനകത്തേക്ക് വരണം. അത് പ്രോഗ്രസീവായിട്ടുള്ള ആളുകൾ വരണമല്ലോ. ഇപ്പം തന്നെ പ്രോഗ്രസീവായിട്ട് ഉള്ള ആളുകൾ, അങ്ങനെ ചിന്തിക്കുന്ന പുരോഗമന ചിന്തകളുള്ള ആളുകൾ അവർ അഡ്മിറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനകത്തുണ്ട്. അതിൻ്റെ അകത്തുള്ള ആളുകളൊക്കെ ഒന്നിനും കൊള്ളാത്ത ആൾക്കാരെന്ന് ആരെങ്കിലും പറയുമോ? ഞാൻ ഇന്നലെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ഏതാണ്ട് ഒരു 1/2 ഡസനോളം ആളുകളെ എന്തൊക്കെയോ ചില അജണ്ടകൾ പിടികൂടിയിരിക്കുകയാണ്. അത് രാഷ്ട്രീയമാകാം, വ്യക്തിവിരോധമാകാം, പിന്നെ ഈ പറഞ്ഞതുപോലെ പരിഷ്കരണങ്ങളോടുള്ള വിമുഖതയാകാം. അതൊക്കെ ഞാൻ രാജ്യത്തെ ആളുകളുടെ പേരുകൾ അതിലൊന്നും കാര്യമില്ലല്ലോ. ഉമർ ഫൈസി, അങ്ങനെ ആളെ പേര് നിങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. സലാം ബക്കവി പോലുള്ള ആരാണെങ്കിലും കഴിഞ്ഞ ദിവസം ആദർശ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു. സലാം ബക്കവി പറയുന്നത് ഈ വഫിയ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് തന്നെ തീവ്രവാദമാണ്. അവിടെ പ്രൊഫസർ അതിന് തെളിവ് ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ലഡു വിതരണം ചെയ്തവരാണ് ഇബ്രാഹിം റിപ്പൺ പോലുള്ള ആളുകൾ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ സമസ്ത മുഷാവറ മെമ്പറാണല്ലോ. ഇവർ ആരോപിക്കുന്ന തരത്തിൽ പൂക്കിപ്പറമ്പ് കോളേജ് അന്ന് സമസ്തയുടെ കോളേജാണ്, ഇന്നും സമസ്തയുടെ കോളേജാണ്. പക്ഷേ അവിടെയുള്ള കുട്ടികൾ പഠിക്കുന്നത് ഈ തീവ്രവാദമാണ്, അത് പഠിപ്പിക്കുന്നത് ആളുകളാണ്. അപ്പോൾ സമസ്ത പോലുള്ള വലിയ ഒരു അതോറിറ്റി അവിടെ കുട്ടികൾ തീവ്രവാദം പഠിക്കുന്നതിനാണോ സ്ഥാപനം നടത്തുന്നത്? അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ടുള്ള ആരോപണമാകാനാണ് തരം. കാരണം നിങ്ങൾ മീഡിയ ഇന്നലെ അത് ഉന്നയിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ പ്രിൻസിപ്പാളോട് വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇനി തെളിവ് ആവശ്യമാണ്. അപ്പോൾ അവിടെ ജോസഫ് മാഷയുടെ കൈ വെട്ടിയതിന് അതിനെ അംഗീകരിച്ചുകൊണ്ട് ലഡു വിതരണം നടത്തി തെളിവ് ആവശ്യമാണ്. ഞാൻ പാൻ ഇസ്ലാമിസം ഉയർത്തിപ്പിടിക്കുന്നു, തെളിവ് ആവശ്യമാണ്. പ്യൂരിറ്റൻ ഇസ്ലാമാണ് എൻ്റെത്, തെളിവ് ആവശ്യമാണ്.
തിരിച്ചൊരു തെളിവ് ചോദിച്ചാലോ? ആ, താങ്കൾ ഒരു കുഴപ്പമില്ല. സുന്നിയാണ് എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ഞാൻ എന്നെ കണ്ടില്ല നിങ്ങൾ ഇങ്ങനെ തലയിൽ കെട്ടി താടിയൊക്കെ വെച്ച് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലൈറ്റ് എല്ലാം കൂടി ഉണ്ടായിട്ട്. സുന്നിയല്ലാത്ത ഒരാളിങ്ങനെ ചെയ്യുമോ? പിന്നെ നിങ്ങൾ എന്നോടായത് ചോദിക്കുന്നതിന് പകരം ഞാൻ എന്നെ ന്യായീകരിച്ചല്ലേ പറയുള്ളൂ. ആയിരക്കണക്കിന് കുട്ടികൾ എൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ചോദിക്കുക, ആൺകുട്ടികളോടും അതിൽ പെൺകുട്ടികളോടും പ്രധാനപ്പെട്ട സുന്നി വിരുദ്ധമായ വല്ല ആചാരാനുഷ്ഠാനങ്ങൾ, വല്ല നയസമീപനങ്ങളും നിങ്ങളുടെ ഗുരുനാഥന്മാരിൽ ഒരാളായ ഹക്കീം ഫൈസിയിൽ നിന്നുണ്ടായിട്ടുണ്ടോ നിങ്ങൾ അവരോട് ചോദിക്കുക. പ്രധാനമായിട്ടും ഇതൊക്കെ ഉന്നയിക്കേണ്ട കാര്യമില്ല. കാരണം ഇവരുടെയൊക്കെ മക്കൾ, പേരമക്കൾ, പെങ്ങന്മാരുടെ മക്കൾ, ഉറ്റവട് ഉടയവർ, ശരിക്കും പറഞ്ഞാൽ സമസ്തയിൽ ഇന്നുള്ള കുറച്ച് നേരത്തെയുള്ള കുറച്ച് പ്രായമുള്ളവരുണ്ട്, പറയും വേണ്ട, അവരോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ ഈ വാഫി വഫിയ കോളേജുകളിൽ പ്രധാനമായും സമസ്ത ഉന്നയിക്കുന്ന മറ്റൊരു ആരോപണം, സമസ്തയിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് വാഫി വഫിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ആരും തന്നെ സമസ്തയുടെ പ്രസ്ഥാനങ്ങളിലേക്ക്, SKSS പോലുള്ള പ്രസ്ഥാനങ്ങളിലേക്കോ സമസ്തയുടെ രീതികളിലേക്കോ അല്ല പോകുന്നത്, അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ശുദ്ധ പിന്നെ അസംബന്ധമാണ് എന്നാണ് പറയേണ്ടത്. ആ വാക്ക് എങ്ങനെ മയപ്പെടുത്തണം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇതിന് തെളിവ് പറയാം. ഇപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളാണല്ലോ ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. ഈ പ്രശ്നം ഏതാണ്ട് 2 കൊല്ലം മുമ്പ് വരുന്ന സമയത്ത് വാഫി അലുമിനി സമസ്തക്ക് നേരിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൽ അവർ പറയുന്നുണ്ട് 600-ലേറെ പിന്നെ കുട്ടികൾ, ഞങ്ങളുടെ സഹോദരന്മാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴ്ഘടകങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നാൽ പിന്നെ സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി ഇങ്ങനെയുള്ള പൊസിഷനുകളിലുണ്ട്. 600-ലേറെ ഇനി ഇല്ലെന്ന് ആരെ പറഞ്ഞു? സമസ്തയുടെ പിന്നെ കക്കാട് വെച്ച് നടന്ന സമ്മേളനമുണ്ട്, 85-ലാണ് എൻ്റെ ഓർമ്മ. ഈ സമ്മേളനത്തിന് പ്രഭാത സമയത്ത് പോസ്റ്റർ ഒട്ടിക്കാൻ നടക്കുന്ന ഒരു കുട്ടി, പൂക്കിപ്പറമ്പുകാരൻ സുലൈമാൻ, ജീപ്പ് അപകടത്തിൽ മരിച്ചു. ഞങ്ങൾ ജീവൻ കൊടുത്ത ആൾക്കാരാണ്. ആരാണ് ഇതൊക്കെ പറയുന്നത്? ഈ സമസ്ത സുന്നി എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും പേറ്റൻ്റുള്ള കാര്യമാണോ? ശംസുൽ ഉലമ ഷെയ്ഖുന അബുദാബിയിൽ വരുന്ന സമയത്ത് സ്വീകരണത്തിന് വേണ്ടി ഏർപ്പെടുത്തിയ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ഞാൻ സുന്നിയല്ല എന്നോ? ഞാൻ സുന്നിയാണ്. ഇനി ഇവരെല്ലാവരും കൂടി എന്നെ സുന്നിയല്ല എന്ന് പറഞ്ഞിട്ട് പുകച്ച് പുറത്താക്കാനൊന്നും പറ്റില്ല. ഞാൻ സുന്നി തന്നെയാണ്. ഈ വാഫി വഫിയ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ സമസ്തയുടെ പണ്ഡിതന്മാരായിട്ടുള്ള മുഷാവറ അംഗങ്ങളെ സൈബർ ഇടങ്ങളിൽ തെറി വിളിക്കുകയാണ്, അവരെ മോശമായി ചിത്രീകരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വവും അതിർശരിക്കാണെന്നുള്ളതാണ് മറ്റൊരു ആരോപണം. അല്ല, ഇത് നിങ്ങൾ ഒരു പറഞ്ഞ കാര്യമുണ്ടല്ലോ, എന്നുവെച്ചാൽ ലഡു വിതരണം, ഞാൻ പ്രമേഹരോഗിയാണ്, ഞാൻ ലഡു ഒന്നും കഴിക്കാറില്ല. അപ്പോൾ അവിടെ ലഡു വിതരണം നടത്തിയതിന് ഞാൻ ഉത്തരവാദിയാണ് എന്നതുപോലെ ഒരു വർത്തമാനമേ ഉള്ളൂ. എന്തെങ്കിലും അനിഷ്ടം ഏതെങ്കിലും സ്കൂളിൽ ഉണ്ടായാൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി മറുപടി ഇന്നലെ പറഞ്ഞല്ലോ നിങ്ങളോട്, അർത്ഥശൂന്യമായ വർത്തമാനമാണ്. അപ്പോൾ പിന്നെ ഇവരൊക്കെ അർത്ഥശൂന്യമായ വർത്തമാനം പറയുമെന്നാ വലിയ ചോദ്യമായിരിക്കും അത്. അങ്ങനെ അതുകൊണ്ടാണല്ലോ ശുദ്ധീകരണ ആവശ്യമാണെന്ന് പറയുന്നത്. അർത്ഥശൂന്യമായ വർത്തമാനം പറയുക, തീരുമാനം ഇന്നതാണെന്ന് പത്രക്കാരോട് പറയുക, കുറച്ച് കഴിഞ്ഞാൽ വേറെ പ്രസ്താവന ഇറക്കുക, എന്നിട്ട് മുഷാവറ മെമ്പർമാർ തമ്മിൽ അതല്ല ശരി ഇതല്ല ശരി എന്ന് പറഞ്ഞ് പിന്നെ പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കുക, തലക്കെട്ട് തല്ലി തെറിപ്പിക്കുക. ഇവർ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങേറ്റത്തെ വേദന ഉണ്ട്. ഈ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് താങ്കളോട് പ്രത്യേക ഒരു സ്നേഹവും മമതയൊക്കെ ഉണ്ട്. അത് വലിയ ആളുകൾക്കൊക്കെ അങ്ങനെയാണ്. താങ്കൾ ഇപ്പോൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങളോട് എന്തോ ഒരു പ്രത്യേക സ്നേഹമുണ്ട് അദ്ദേഹത്തിന്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നും. അങ്ങനെ എല്ലാവർക്കും തോന്നും. അതുകൊണ്ടാണ് അവർ എല്ലാവരുടെയും പ്രിയങ്കരായ ആൾക്കാരായി തീർന്നത്. പക്ഷേ ജിഫ്രി തങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹം കാണുന്നില്ല. നമ്മളിപ്പോൾ ജിഫ്രി തങ്ങളുടെ സ്നേഹത്തെ പറ്റിയല്ലല്ലോ ചർച്ച ചെയ്യണത്. സ്വാഭാവികമായിട്ടും ഈ സമസ്തയ്ക്കുള്ളിലുള്ളൊരു വിഷയമാണെങ്കിൽ കൂടി സമസ്തയ്ക്കുള്ളിൽ ഈ സയ്യിദന്മാർ തമ്മിലുള്ളൊരു മുപ്പിളമത്തറക്കം ഉണ്ടോ ശരിക്കും? ഞാൻ അതിനൊന്നും ഗവേഷണം നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പരമാവധി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക എന്നുള്ളതാണ്. ഈ പ്രവാചകൻ തന്നെ ഹുദൈബി പോലുള്ള ഉടമ്പടികളിൽ പരമാവധി വിട്ടുവീഴ്ച നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ 9 നിർദ്ദേശങ്ങൾ സമസ്ത വെച്ചിട്ട് ഒന്നുപോലും എന്തുകൊണ്ടാണ് CAC നിങ്ങൾ പറയുന്നത് പരമാവധി ചെയ്യണം, 9 അംഗീകരിച്ചില്ല? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞല്ലേ 24 അംഗീകരിച്ചു. അല്ല, 9ലേക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ ഈ 9 കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ ശരിക്കും? എങ്ങനെ 9 എണ്ണം
9 അതിൽ കൂടുതൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന മറുപടി പറഞ്ഞല്ലോ. ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ വേണം CIC-യുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതായിരുന്നു ആദ്യത്തെ. അതിന് ഓരോന്ന് പറയാം. അതിന് CIC കൊടുത്ത മറുപടി എന്ന് പറയുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സംഘടനാപരമായിട്ടൊരു വിധേയത്വം ഉണ്ടാകില്ല. സംഘടനാപരമായിട്ട് അതിന്റെ കീഴടകമല്ലല്ലോ. SKSSF, SYS, SMF തുടങ്ങിയിട്ടുള്ള കീഴടകങ്ങൾ കീഴിലാണ്. മറ്റു സംവിധാനങ്ങൾ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കേണ്ടത് ആശയാദർശങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ്. കീഴിലായാലും ഞാൻ പറഞ്ഞില്ല, ഇത് ടെക്നിക്കൽ നിയമപ്രശ്നമാണ്. ഇപ്പൊ ഇത് നിയമപരമല്ല, ധാർമ്മികമായി നിയമത്തിന്റെ ഉള്ളിലെ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സമസ്ത ഒരു പണ്ഡിത സഭയാണ്. ആ പണ്ഡിത സഭയെ അംഗീകരിക്കുന്നുണ്ടല്ലോ, അംഗീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ പണ്ഡിത സഭയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായി CIC പ്രവർത്തിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല, അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. പക്ഷേ ഇവിടെ നിലവിൽ പട്ടിക്കാട് ജാമിയ നൂരിയ, കാരണം അതിൻ്റെ മാനേജിങ് കമ്മിറ്റി സമസ്ത നേരിട്ടാണ്. വേറൊരു സ്ഥാപനങ്ങളുണ്ടല്ലോ, പൊട്ടച്ചിറ കോളേജ് ഉണ്ട്, പിന്നെ നന്ദി ദാറുസലാമുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ, ലക്ഷക്കണക്കിന്, പിന്നെ ഒരു 10,000-12,000 മദ്രസകളുണ്ട്. ഈ മദ്രസകളൊക്കെ അതിന് മാനേജിങ് കമ്മിറ്റി ഉണ്ടോ ഇല്ലേ? അവിടെ നിയമനം നടത്തുന്നതും പിന്നെ പിരിച്ചുവിടുന്നതും ശമ്പളം കൊടുക്കുന്നത് ആരാണ്? അതുപോലെ ഞങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന നിലക്ക് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നടത്തിയിട്ടുള്ള രജിസ്ട്രേഷൻ പിൻവലിക്കണം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. അത് സാധ്യമല്ല. ഞാൻ ഇന്നലെ മീഡിയക്കാരോട് പറഞ്ഞല്ലോ, അതായത് 2 കാര്യം സാധ്യമല്ല. ഒന്ന്, രാജ്യത്തെ ചർച്ച ചെയ്താൽ ആദ്യത്തെ കാര്യം സാധ്യമല്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അക്കാദമിക് ആയിട്ടുള്ള സിലബസുകൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നിർദ്ദേശപ്രകാരം നടത്തണം. അതും അതിന് ഉത്തരമായി കൊടുത്തിരിക്കുന്നത് ആശയാദർശങ്ങൾക്ക് വിധേയമായും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ CIC കോളേജുകളിൽ പഠിക്കുന്ന അക്കാദമിക് ആയിട്ടുള്ള സിലബസുകൾക്ക് സമസ്തയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ അതിൻ്റെ അർത്ഥം. സമസ്തയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച്, സമസ്തയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരൊരു ഇൻസ്പെക്ഷൻ സമിതിയെ നിയോഗിക്കുകയാണെങ്കിൽ അവരായിട്ട് സഹകരിച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു സംവിധാനം എങ്ങനെ അതിന് കീഴിലല്ല എന്ന് പറയാം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അതിൽ പക്ഷേ മറുപടി എന്ന് പറയുന്നത്, ആ മറുപടിയിൽ പറയുന്നത് സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്നുള്ളതാണ്. അക്കാദമിക് പ്രവർത്തനങ്ങൾ ആശയാദർശങ്ങൾ അനുസൃതമായും മാർഗനിർദ്ദേശങ്ങൾ മാനിച്ചു നടത്തപ്പെടുന്നതാണ്. അവിടെയും ആശയാദർശങ്ങൾ എന്നാ പറയുന്നത്. ആശയാദർശത്തിന്റെ പുറമെ എന്താ വേണ്ടത്? സംഘടനാപരമായിട്ട് ഇപ്പോൾ സംഘടനയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുകയാണ് സിലബസ് ഇന്നത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ അത് ഉൾപ്പെടുത്താൻ CIC-ക്ക് ബാധ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹം പറയാൻ പാടില്ലല്ലോ. മുഷാവറയല്ലേ പറയേണ്ടത്. മുഷാവറ പറഞ്ഞാൽ കേൾക്കുമല്ലോ. കേൾക്കും. പിന്നെന്താ സമസ്തയുടെ മുഷാവറ? അതായത് ആശയാദർശ കാര്യങ്ങൾ സമസ്ത മുഷാവറ യോഗം ചേർന്ന് ഇത് സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞാൽ തിരുത്തിയിരിക്കും. അക്കാദമിക് സിലബസ് നിശ്ചയിക്കുന്നതിൽ മുഷാവറയ്ക്ക് ഒരു പങ്കുണ്ട്. നിങ്ങൾ സിലബസ് നിശ്ചയിക്കുന്നതിൽ എന്ന് പറയേണ്ട കാര്യമില്ല. ഇതില് ഇല്ല. ഈ സിലബസ് നിശ്ചയിക്കുന്ന ഒരുപാട് ആയിരക്കണക്കിന് കോളേജുകളും സംവിധാനങ്ങളും നടക്കുന്നുണ്ട്. അവിടെയൊക്കെ സിലബസ് നിശ്ചയിക്കുന്നത് സമസ്ത നേരിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ജാമിയ നൂരിയ ഈ സംവിധാനം തന്നെ ഈ തർക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തർക്കമില്ല, അവർ ഞങ്ങൾ പറയുന്നത് പോലെ നടക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണല്ലോ നടന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ ജാമിയ നൂരിയുടെ സിലബസ്, ദാറുൽ ഹുദയുടെ സിലബസ്, നന്ദി ദാറുസലാമിൻ്റെ സിലബസ്, പൊട്ടച്ചറ അൻവരിയുടെ സിലബസ്, CIC-യുടെ സിലബസ് വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഈ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്നതിന് വിരുദ്ധമല്ല ഈ പറയുന്നത്. ഈ സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളെ തീരുമാനിക്കുന്നതിലും ഈ പറഞ്ഞ പോലെ സമസ്തയുടെ മുഷാവറയ്ക്കുള്ളൊരു തീരുമാനത്തെ അതും അംഗീകരിച്ചിട്ടില്ലല്ലോ. സെനറ്റ് സിൻഡിക്കേറ്റ് തീരുമാനിക്കുന്നത് 1860 ആക്ട് പ്രകാരം മലപ്പുറത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡി അല്ലാതെ സമസ്ത നിർദ്ദേശിച്ചാൽ ആ ആളെ സെനറ്റിൽ അംഗത്വം എടുക്കാൻ അല്ലെങ്കിൽ അത് സെനറ്റ് മെമ്പർമാർ ചെയ്യേണ്ടതാണ്. സംവിധാനം എന്ന നിലയ്ക്ക് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു പിന്നെ NGO-യിലോ മറ്റോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജനറൽ ബോഡി അല്ലേ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുക. നേരെ മറിച്ച് ഇപ്പോൾ സമസ്ത പറയുകയാണ് ഇന്ന ആളെ ഉൾപ്പെടുത്തണം, സ്വാഭാവികമായിട്ട് മെമ്പർമാർ പറയാണ് സംസ്ഥയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തെ ഉൾപ്പെടുത്തും. ആ ജനറൽ ബോഡി മെമ്പർമാരുടെ അവകാശമല്ലേ. സമസ്തയും CIC-യും തമ്മിലുള്ള ബന്ധത്തെ ഇപ്പം എങ്ങനെയാണ് ജനറൽ സെക്രട്ടറി വ്യാഖ്യാനിക്കുന്നത്? എന്ത് തരം ബന്ധമാണ് സമസ്തയും? വളരെ നല്ല ബന്ധമാണ്. നല്ലതെന്നല്ല ഉദ്ദേശം പറയുന്നത്, സമസ്തയും CIC-യും തമ്മിൽ അതായത് ഒരു മാതൃ സംഘടന എന്ന അർത്ഥത്തിലാണ്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇപ്പം നിങ്ങൾ ജനറൽ സെക്രട്ടറി എന്ന നിലക്കാണല്ലോ ചോദിക്കണത്. അപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് നിങ്ങൾ ഇനി ഒരു പുതിയ ചോദ്യം അതിനൊരു പുതിയ അർത്ഥത്തിലുണ്ടെങ്കിൽ അടുത്ത ജനറൽ ബോഡിയിൽ പരിഗണിക്കാം. വ്യക്തി എന്ന നിലക്കാണെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട, വളരെ നല്ല ബന്ധമാണ്.
മാതൃസംഘടന എന്ന അർത്ഥത്തിലാണോ? ഓ തീർച്ചയായിട്ടും. സമസ്ത കാരണം ഇത് ഇപ്പം നിലവിലുള്ള നേതാക്കളുടെ പണ്ഡിതന്മാരുടെ മാത്രം സംഘടനയല്ല. സമസ്തയുടെ മുൻകാലം ഞാൻ എൻ്റെ യുവത്വത്തിൽ ഇതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിൻ്റെ സർവ്വ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിരുന്ന് എൻ്റെ ഗുരുനാഥന്മാരാണ്. ഞങ്ങൾ ആ ഒരു സിസ്റ്റം സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഗുരുജനത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ള സമസ്ത പറയുന്നു ഇപ്പോഴുള്ള CICയും ഇപ്പോൾ അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഹക്കീം ഫൈസി അദ്രിശ്ശേരിയും സമസ്തയ്ക്ക് അഭിമതനായ ഒരാളല്ല. സമസ്തയുടെ ഒരു സംഘടനയാണ് CIC. സമസ്തയുടെ സംഘടനയായിട്ടുള്ള CICയിൽ സമസ്ത പറയുന്നു ഇദ്ദേഹം പോരാ, ഇദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യോഗ്യനല്ല എന്ന് സമസ്ത പറഞ്ഞാൽ പിന്നെ താങ്കൾ അവിടെ തുടരുന്നു. അപ്പോൾ സമസ്തയും CIC ഒരിക്കലും തുടർന്നിട്ടില്ല. എന്നോട് സാദിഖ് അലി തങ്ങൾ ഇപ്പറഞ്ഞ നിർദ്ദേശം സാദിഖ് അലി തങ്ങൾക്ക് കിട്ടിയത് കൊണ്ട്, കാരണം ഞങ്ങളോട് നേരിട്ട് സംസാരിക്കില്ലല്ലോ, ഞങ്ങൾ അത്ര നേരിട്ട് സംസാരിക്കാൻ മാത്രം വലിപ്പമില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിഞ്ഞൂടാ. എന്തായാലും ഞങ്ങളോട് നേരിട്ട് ചർച്ച ഉണ്ടായിട്ടില്ല ഈ കാര്യങ്ങൾ. പക്ഷേ കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞതിൻ്റെ മറുപടി ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പോൾ സമസ്ത അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചു എന്ന് സങ്കല്പിക്കുക, അത് പരിഗണിക്കേണ്ടത് ജനറൽ ബോഡിയാണ് അല്ലേ? ജനറൽ ബോഡിക്കല്ലേ അധികാരം. അപ്പോൾ ജനറൽ ബോഡി സമസ്തയുടെ നിർദ്ദേശപ്രകാരം ഹക്കീം ഫൈസിയെ സെക്രട്ടറി ആകാൻ കൊള്ളൂല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ഓക്കെ. പിന്നെ വ്യക്തിപരമായിട്ട് എനിക്കെന്തോ ആദർശ വ്യതിയാനമോ മറ്റോ സംഭവിച്ചിട്ടുണ്ട് എന്ന് സമസ്ത പറയുകയാണെങ്കിൽ വളരെ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കും, എന്താണ് ആദർശ വ്യതിയാനം? സമസ്ത ഞാൻ എന്ത് തെറ്റാണ് കഴിഞ്ഞ മുഷാവറയ്ക്ക് ശേഷം സമസ്ത ഇറക്കിയ വാർത്താക്കുറിപ്പാണ്, സമസ്തയുടെ ഔദ്യോഗികമായ വാർത്താക്കുറിപ്പാണ്. അബ്ദുൽ ഹക്കീം ഫൈസി ആദ്രിശ്ശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ബന്ധമില്ലെന്നത് സമസ്ത മുഷാവറ നേരത്തെ തീരുമാനിച്ച് പ്രഖ്യാപിച്ചതാണ്. CICയുടെ ജനറൽ സെക്രട്ടറിയായി അബ്ദുൽ ഹക്കീം ഫൈസി ആദ്രിശ്ശേരി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിനാലും സമസ്തയുടെ നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും കൂടി എടുത്ത 9 തീരുമാനങ്ങൾ CIC അംഗീകരിച്ച് നടപ്പാക്കാത്തതിനാലും അബ്ദുൽ ഹക്കീം അദ്രിശ്ശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ CIC സംവിധാനവുമായി സമസ്തയ്ക്ക് ബന്ധമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ്. അതായത് സമസ്ത CICയുമായുള്ള സമസ്ത ബന്ധങ്ങളും ഇതോടുകൂടി മുറിച്ചിടുകയാണ്. അതിനൊറ്റ കാരണക്കാരൻ ഹക്കീം ഫൈസി അദ്രിശ്ശേരിയാണ്. ഞാനല്ല, ജനറൽ ബോഡിയാണ്. എന്നെ വീണ്ടും സെക്രട്ടറി ആക്കിയത് ജനറൽ ബോഡിയല്ലേ? അതിനെ പിന്നെ ഐക്യകണ്ഠേന അല്ല, ഒരു നല്ല ബന്ധം, എല്ലാം സമാധാനപരമായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന താങ്കൾ അതുകൊണ്ടാണ് നല്ല ബന്ധത്തെ വഷളാക്കുന്ന ഒരേ ഒരു കണ്ണി ഞാനാണെങ്കിൽ ഞാനങ്ങ് മാറി നിൽക്കാം. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്ന നിലക്ക് സെയ്ദ് സാദിഖ് അലി തങ്ങൾ മുഖേന എന്നോട് മാറി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ മാറി നിന്നു. 2 കൊല്ലോ ഏകദേശം 2 കൊല്ലത്തിനടുത്ത് മാറി നിന്നു. പിന്നെ ജനറൽ ബോഡി ഏകകണ്ഠമായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ജനറൽ ബോഡി അധികാരപരിധിപ്പെട്ട കാര്യമാണ്. പിന്നെ എനിക്ക് ആദർശ വ്യതിയാനമുണ്ട്, അത് തെളിയിക്കണം. ആദർശ വ്യതിയാനമുണ്ടെന്ന് നാട്ടിൽ ഇതൊന്നും അറിയാത്ത താങ്കളെ പോലുള്ള ആളുകളോട് വിളിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനല്ല പ്രതി, എന്നെ വിളിച്ച് സംസാരിക്കട്ടെ. എന്താണ് ആദർശ വ്യതിയാനം? ആദർശ വ്യതിയാനമല്ല, ഞാൻ കാഫിറാണെന്നാണ് പറയുന്നത്, മുനാഫിക്കല്ല. അതൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ ബേഡ് വാക്കുകളുണ്ടോ അതൊക്കെ എനിക്ക് ചാർത്തി കിട്ടിയിട്ടുണ്ട്. എന്താണ് ഒരു പരിഹാരം? ഇനി രമ്യമായ ഒരു പരിഹാരം? ഒരു പരിഹാരവും ഇല്ല. ആ തെറ്റ് ആരാണോ ചെയ്തിരിക്കുന്നത് അവർ തിരുത്തല്ലാതെ വേറെ ഒരു പരിഹാരം ഇല്ലല്ലോ. ഈ വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിലായിരുന്നല്ലോ അവസാന ചോദ്യമാണ്. അതായത് വിവാഹം കഴിച്ച പെൺകുട്ടി. നിങ്ങൾ അവസാന ചോദ്യത്തേക്ക് പോകുന്നതിന് മുമ്പ് കേട്ടോ, അത് ഞാൻ നിങ്ങളെ പിന്നെ റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രതിനിധി എന്നുള്ളതൊക്കെ ചോദിക്കുകയാണ്. ഞാൻ എങ്ങനെയാണ് പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ വക്താവായത്? താങ്കൾ ഒന്ന് ശേഷം വരാം. അതായത് വിവാഹം കഴിക്കുന്നതോടുകൂടി ഒരു പെൺകുട്ടി ഈ വാഫി കോളേജിലെ വിദ്യാർത്ഥിനി അല്ലാതാവുന്നു എന്നുള്ള ഒരു നിബന്ധന, അതിൻ്റെ ഒരു ബേസിക് എന്താണ്, അടിസ്ഥാനം? അങ്ങനെ ഒരു നിബന്ധന ഇല്ലല്ലോ. ഇനി ഉണ്ട് എന്ന് സങ്കല്പിക്കുക. അതടക്കം ഞാൻ പറഞ്ഞല്ലോ 9 അതിനൊക്കെ 10-24 കാര്യങ്ങൾ ഞങ്ങൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്. ഇനി അത് നിലനിൽക്കണില്ല. ഈ 9 അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ പറഞ്ഞല്ലോ 9 അംഗീകരിച്ചിട്ടില്ല എന്നല്ല, അംഗീകരിച്ചിരിക്കണം എന്നുള്ളതാണ് ശരി. ഇല്ല, പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും അംഗീകാരമായി എല്ലാം നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ തന്നെ അത് വേർഡിങ്ങിലുള്ള പ്രശ്നമാണ്. ഈ വേർഡിങ്ങിലുള്ള പ്രശ്നത്തിന് ഞാൻ മറുപടി പലവട്ടം പറഞ്ഞു. നിയമത്തിൻ്റെ മുന്നിൽ ആക്ടിന് വിരുദ്ധമായിട്ട്, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പറ്റൂല. ഭരണഘടനയിൽ ഭേദഗതി പറ്റും, പക്ഷേ ഒരു എൻറ്റിറ്റി എന്ന നിലയ്ക്ക് അതിൻ്റെ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്യാത്ത വിധത്തിൽ എന്ത് വേണമെങ്കിലും ഭരണഘടനയിൽ ഭേദഗതി ചെയ്യാം. ചില ഭേദഗതികൾ അവർ ചെയ്യാൻ പറഞ്ഞു, ചെയ്യാൻ നമ്മൾ സംഭവിച്ചിട്ടുണ്ട്.
നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്ത് ഉൾപ്പെടുത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതാരെങ്കിലും പറയുമ്പോൾ ജനറൽ ബോഡി പരിഗണിക്കും. ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നം ഇവിടില്ല. എങ്ങനെയാണ് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നത്? പരിഹാരം ഞാൻ പറഞ്ഞല്ലോ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക എന്ന് പറയാറുണ്ടല്ലോ. തെറ്റ് ചെയ്തവർ തെറ്റ് തിരുത്തുക. ഞാൻ തെറ്റ് ചെയ്തു എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ തിരുത്തും. എന്നെ വിളിച്ചിട്ട് ഞാൻ എന്തുകൊണ്ട് കാഫിറാണ് ബോധ്യപ്പെടുത്തിയാൽ മതി. എന്തുകൊണ്ട് മുർത്തദ്ദാണ്, എന്തുകൊണ്ട് മുനാഫിക്കാണ്, എന്തുകൊണ്ട് കലാപവാദിയാണ്, എന്തുകൊണ്ട് മുജാഹിദാണ്, എന്തുകൊണ്ട് ജമാഅത്താണ്, എന്തുകൊണ്ട് പാൻ ഇസ്ലാമിസ്റ്റാണ്, എന്തുകൊണ്ട് പ്യൂരിറ്റൻ ഇസ്ലാമിസ്റ്റാണ്, തിരുത്തും. ബോധ്യപ്പെട്ടാൽ തിരുത്തും. താങ്കൾ വെല്ലുവിളിക്കുന്നത് ഞാൻ വെല്ലുവിളിക്കണില്ല. സമസ്തയുടെ താങ്കൾ പറഞ്ഞ സയ്യിദന്മാരുൾപ്പെടെയുള്ള പണ്ഡിതന്മാരടങ്ങുന്ന സമസ്തയുടെ മുഷാവറയാണ് ഞാൻ മുഷാവറയെ വെല്ലുവിളിക്കണില്ല. ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞ തെളിയിക്കണം എന്നുള്ള വെല്ലുവിളി ആരോടാണ്? ഞാൻ വളരെ വിനീതമായിട്ട് ഈ ഇന്റർവ്യൂ പറഞ്ഞു, തെളിയിക്കണം എന്നുള്ള 10-12 ആളുകളാണ് ഇത് ചെയ്യണത്. ബാക്കി ആളുകൾ 40 ആളിൽ പേർക്ക് 35 എത്രയെന്നറിയില്ല, 40 ആളുകളിൽ ഒക്കെ ബാക്കിയുള്ളവരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ജെഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യമുണ്ടെന്നുള്ളതാണ്. കുറച്ച് കാലമായിട്ട് ഈ പ്രശ്നം ഇങ്ങനെ കൊഴുത്തതിന് ശേഷം ബഹുമാനപ്പെട്ടവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ ബോധ്യം എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നേരത്തെ അദ്ദേഹത്തിന് ഞങ്ങൾ ചെന്ന് പറയുന്നത് ഒക്കെ ഒരു ചെറിയ സംസാരം കണ്ട് കഴിയുമ്പോൾ ബോധ്യപ്പെട്ടിരുന്നു. വിവാഹപ്രായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതൊരു ആശയപരമായ പ്രശ്നമായിട്ടാണോ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ സംഘടനാപരമായ പ്രശ്നം മാത്രമാണ്? എന്തെങ്കിലും ആശയപരമായ വൈജാത്യം സമസ്തയും CAC തമ്മിലുണ്ടോ? ആശയപരം എന്ന് പറയാനൊന്നുമില്ല. കാരണം നമ്മൾ ആശയം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാന ആശയം, വിശ്വാസം, അഖീദ എന്ന് പറയും ഞങ്ങൾ അറബിയിൽ, അതൊക്കെയാണല്ലോ. മറ്റതൊക്കെ ശൈലിയാണ്. ശൈലി മാറ്റണം. താങ്കൾ കുറച്ചുകൂടി പുരോഗമനപരമായ ശൈലിയിൽ വിശ്വസിക്കുന്നവരാണ്. ഞാനങ്ങനെ വലിയ പുരോഗമനം എന്നൊന്നും പറയണില്ല. പക്ഷെ ഞാൻ ഈ കാലത്ത് ജീവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ്. ജനാധിപത്യ ഈ സമയത്ത് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാവേണ്ട തീർച്ചയായിട്ടും ഇപ്പോൾ എന്നെ പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ആളാന്നൊക്കെ പറഞ്ഞല്ലോ. കുറച്ച് മുമ്പ് ഒരു ചെറിയ സംഭവം ഉണ്ടായി. ആ സംഭവം ഞാൻ 85ാം വാർഷിക യോഗത്തിൽ സമസ്തയുടെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്പലത്തിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ട്, അവിടെ സദ്യ ഉണ്ണാൻ ചെല്ലണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ പോകണം. ആളുകൾക്ക് ഒരു പക്ഷേ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല. താങ്കൾ എന്താ പ്രസംഗിക്കണത്, ഏതാണ്ട് ആ ഒരു ചുറ്റുവട്ടത്തേനാണ് സംസാരിക്കണത്. സംസാരത്തിൽ വ്യക്തമായിട്ട് പറയാം തെറ്റില്ല എന്ന്. അങ്ങനെ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കമ്മിറ്റി സെക്രട്ടറി വന്നിട്ട് അമ്പല കമ്മിറ്റിയുടെ ഈ കത്ത് വായിച്ചു. ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി റോഡ് ക്രോസ് ചെയ്ത് അമ്പലത്തിൽ ചെന്ന് ചോറുണ്ടു. ഇതാണ് ഇന്ത്യ, ഇതാണ് കേരളം. ഓണം ഉണ്ണരുത് എന്നൊക്കെ പറയുന്നത്, ഓണം ഉണ്ണുന്നതിന് എന്താണ്, ഭക്ഷണമല്ലേ. പിന്നെ ഓണം എന്ന് പറയുന്നത്, ഈ ഓണത്തിൻ്റെ പേരിൽ ഇവിടെ വിവാദം നടന്നിട്ടുണ്ട്. ഞാനിപ്പോൾ സർവ്വമത സത്യവാദിയാണെന്നാണ് ഇപ്പോൾ ആരോപണം. ഒരു തരക്കെന്ന് പറയാൻ ഞാൻ ഭയങ്കര ഒരു പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ആളാണ്. വേറെ തരക്കെന്ന് പറയാൻ സർവ്വമത സത്യവാദിയാണ്. ഇപ്പോൾ വലിയ പുകലുണ്ടായി കുറച്ച് മുമ്പ്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഖുർആനെ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും ഉത്കൃഷ്ട കാഴ്ചപ്പാടിൻ്റെ കൃതിയായിട്ട് കാണുന്ന ഒരു പോയിൻ്റാണിത്. ലക്കും ദീനുക്കും വലിയ ദീൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. എല്ലാവരെയും ഉൾക്കൊള്ളുക, ഇൻക്ലൂസീവായിട്ടുള്ള സമീപനം. അത് പറഞ്ഞതിന് ഞാൻ സർവ്വമത സത്യവാദിയാണ്. അതേ ഞാൻ മുജാഹിദാണ്, റിജിഡ് ചിന്തൻ്റെ ആളാണ്. അതേ ഞാൻ പ്യൂരിറ്റൻ ഇസ്ലാമിൻ്റെ ആളാണ്. ഇതെല്ലാം കൂടി ഏറ്റവും ചുരുങ്ങിയത് പറയുന്നതിനടുത്ത് ഇട്ടൊക്കെ വേണ്ടേ? അത് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ? ഉണ്ടാകാം. താങ്കളോട് വ്യക്തിപരമായ ഒരു വിരോധം അതിനകത്ത് ഏത് വ്യക്തിക്കും ചില വ്യക്തികളോട് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവാലോ, അസൂയ ഉണ്ടാകാം, വിരോധം ഉണ്ടാകാം. അതൊന്നും ഞാൻ പേരെടുത്ത് ചോദിക്കുന്നില്ല, പക്ഷേ അതൊരു മര്യാദയുടെ ഭാഗമായി പേരെടുത്ത് ചോദിക്കുന്നില്ല. സംസ്ഥ മുഷാവറയിലുള്ള വളരെ മുതിർന്ന ഒരു അംഗത്തിന് താങ്കളോട് വ്യക്തിപരമായ വിരോധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങൾക്ക് വിരോധം ഉണ്ട് എന്ന് നേരിട്ട് തിരിച്ചറിയാൻ പറ്റിയിരിക്കണമെങ്കിൽ പിന്നെ ഞാൻ തിരിച്ചറിയാത്ത ഞാൻ അങ്ങനെ ഇല്ല എന്ന് പറയാം. നിഷേധിക്കുന്നില്ല. ഇല്ല, അങ്ങനെ എനിക്ക് ഒരുപാട് വിരോധികൾ ഉണ്ടാകുന്നതിനെ ഞാൻ കണക്കൂട്ടുണ്ട്. അതിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഈ CAC കോളേജുകളിൽ പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാം സുന്നി ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ബിരുദം നേടി വരുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് ഈ മലപ്പുറത്ത് റോസ് ലോഞ്ചിൽ ഒരു വിശദീകരണ യോഗം ഉണ്ടായി. തറാവീഹ് 8 അവിടെ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഈ തറാവീഹ് എന്ന് പറഞ്ഞാൽ റമദാൻ കാലത്ത് നടക്കുന്ന 20 റക്അത്ത് നിസ്കാരമാണ്. അതിൽ തർക്കമുണ്ട്.
അത് ഈ ശരി ഞങ്ങളുടെയൊക്കെ നിലപാട് അത് 20 റക്അത്താണെന്നാണ്. അപ്പോൾ അത് 8 ആണെന്നാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന്. അത് അപ്പം തന്നെ സ്റ്റേജിൽ നിന്ന് അവർ തമ്മിൽ തന്നെ അത് തിരുത്തേണ്ടി വന്നു. ഇപ്പോഴത് പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് 8 പഠിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നത് പറയുന്ന ആളുകളുടെ മക്കൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്റ്റേജിൽ കയറി പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് മുമ്പ് മകളെ വിളിച്ചിട്ട് നിങ്ങൾ ശരിക്കും തറാവീഹ് എത്ര റക്അത്ത നിങ്ങൾ വാഫി കോളേജിൽ നിന്ന് പഠിച്ചിരിക്കുന്നു ചോദിച്ചാൽ മതിയല്ലോ. പിതാവേ അത് ഞങ്ങളൊക്കെ 20 എന്ന് മറുപടി കിട്ടി. പിന്നെ പൊതുജനത്തെ മെനക്കെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇത് കുറച്ച് ആളുകൾ സമൂഹത്തെ മെനക്കെടുത്തുകയാണ്. വേദനാജനകമാണ്. സമസ്തയുടെ കീഴിലുണ്ടായിരുന്ന കോളേജുകളാണ് വളാഞ്ചേരി മർക്കസ് ഉൾപ്പെടെ. സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിപ്പോകുന്നൊരു കോളേജാണ്. ആ കോളേജുകളൊക്കെ സമസ്തയ്ക്ക് വിട്ടുകൊടുക്കുന്നതിൽ CIC-ക്ക് പ്രശ്നമുണ്ട്. CIC-ക്ക് പ്രശ്നം എങ്ങനെയുണ്ട്? അപ്പോൾ റിപ്പോർട്ടർ ചാനൽ CIC-ക്ക് പിന്നെ സമസ്തക്ക് വിട്ടുകൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ എന്താ ഇതിന് മറുപടി? അതുപോലെയല്ലോ സമസ്ത നടത്തി വന്ന. അതായത് എന്നോട് ചോദിക്കുമ്പോഴേ എന്നോട് ഇങ്ങനെ ചോദിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ നമുക്ക് വേറെ ആർക്കെങ്കിലും കൊടുത്തൂടെ? വളാഞ്ചേരി മർക്കസിലെ ജീവനക്കാരനാണ് കീഴിലുള്ള വളാഞ്ചേരി മർക്കസിലെ ജീവനക്കാരനാണ് ഞാൻ. 33 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്കത് ആർക്കെങ്കിലും കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമില്ല. അത് CIC-ക്ക് അണ്ടറിലാണോ ഇപ്പോൾ വരുന്നത്? അല്ല, CIC-ക്ക് എങ്ങനെയുണ്ട്? അത് സ്വന്തമായിട്ട് രജിസ്റ്റർ പിന്നെ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സൊസൈറ്റിയാണ്. അല്ല, അത് ഈ ഒരു വാഫി കോളേജ്, ഒരു വഫിയ കോളേജൊക്കെ ഈ CIC സംവിധാനത്തോട് അഫിലിയേറ്റ് ചെയ്തോടെ പ്രവർത്തിക്കുന്നുണ്ട്. അത് ശാന്തമായിട്ട് പ്രവർത്തിക്കുന്നു. സമസ്തയുടെ ആണല്ലോ അത്. ഏത് ഈ മർക്കസ്? അതെ, സമസ്തയുടേതാണ് എന്ന് പറയുന്നതിനെ പറ്റി ഞാൻ ഒരു വട്ടം പറഞ്ഞല്ലോ. ഏത് അളവിലാണ് അത് സമസ്തയുടേത്, ആ അളവിൽ അത് സമസ്തയുടേതാണ് എന്നിരിക്കെ അവിടെ വാഫി വഫിയ കോളേജ് നടക്കുന്നുണ്ട്. അപ്പോൾ വാഫി വഫിയ കോളേജ് അത് തെറ്റാണെന്ന് പറയാം. സമസ്തയുടെ സ്ഥാപനത്തിൽ അത് നടക്കുക. സമസ്തയുടെ മുഷാവറ മെമ്പർമാർ വാഫി കോളേജ് നടത്തുന്നുണ്ട്. സമസ്തയുടെ പല പ്രമുഖരായ നേതാക്കളും ഈ സംവിധാനത്തിൻ്റെ അകത്ത് പല പൊസിഷനിലുണ്ട്. അപ്പോൾ ഒരിക്കൽ ജനങ്ങളോട് പറയും ഇതൊക്കെ തെറ്റാണ്, അതേ സമയത്ത് അതിൻ്റെ ഭാഗമായി തുടരും ചെയ്യുക. ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഏതായാലും വളരെ നന്ദി. ഇപ്പോൾ കേട്ടിരിക്കുന്ന ആളുകൾക്ക് കുറേ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം സംസാരിച്ചതിന് ശരി, നന്ദി. നിങ്ങൾ പരമാവധി ആളുകൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.